സഹോദരി, ചോദ്യത്തിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ സമ്പത്തിനെ പറ്റി കേട്ടു. ഇപ്പോൾ ലോകത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രൈസ്തവരും ഹൈന്ദവരും സമ്പന്നരായത്? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. അള്ളാഹു എന്തുകൊണ്ടാണ് അവരെ അനുഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് അവർ ലോകത്തിന്റെ ഉയരങ്ങളിൽ എത്തിയത് എന്നൊക്കെയാണ് ചോദ്യം. സഹോദരി, സമ്പത്ത് ഒരു അനുഗ്രഹമാണോ അല്ലയോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. സമ്പത്ത് ഒരു അനുഗ്രഹമാണെന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. അള്ളാഹു അവരെ അനുഗ്രഹിച്ചുവെന്നാണ് നിങ്ങൾ പറഞ്ഞത്. സമ്പത്ത് ഒരു അനുഗ്രഹമാണെന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയും പറയുന്നില്ല. അള്ളാഹു ഖുർആനിലെ 8-ാം അധ്യായം 28-ാം വചനത്തിൽ സമ്പത്ത് ഒരു പരീക്ഷണമാണ് എന്ന് പറയുന്നു. അത് നല്ലതായിരിക്കാം, മോശവുമായിരിക്കാം. അതെപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതൊരു അനുഗ്രഹമാണ്, മോശമായ നിലക്ക് ഉപയോഗിച്ചാൽ അതൊരു ശാപമാണ്. അമുസ്ലിങ്ങൾക്ക് മാത്രമാണ് സമ്പത്ത് നൽകിയിരിക്കുന്നതെന്ന നിങ്ങളുടെ ചോദ്യത്തോടും ഞാൻ വിയോജിക്കുന്നു. ഫോബ്സ് മാസികയിൽ ലോകത്തെ ഏറ്റവും അധികം ധനികനായ മനുഷ്യനായിട്ട് ആരെയാ കൊടുത്തിരിക്കുന്നത്? ബിൽഗേറ്റ്സ്. ഹിന്ദുക്കളായ മുകേഷ് അംബാനിയും അനിൽ അംബാനിയുമാണ് തൊട്ട് താഴെ വരുന്ന മത്സരാർത്ഥികൾ. ശേഷം ലക്ഷ്മി മിത്തൽ വരുന്നു. ആദ്യ 5 പേരുടെ പട്ടികയിൽ 3 ഇന്ത്യക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദിവസവും ഓഹരി വിപണിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് മുകേഷ് അംബാനിയും ബിൽഗേറ്റ്സും അനിൽ അംബാനിയും മാറി മാറി ഇടം പിടിക്കുന്നു. ശേഷം ലക്ഷ്മി മിത്തലും വരുന്നുണ്ട്. തങ്ങളുടെ സമ്പത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളാണ് ഫോബ്സ് മാസികയിൽ വരുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് കറുത്ത സ്വർണം തന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് എണ്ണയുണ്ട്. മുസ്ലിങ്ങൾക്ക് 10 ബിൽഗേറ്റ്സ്മാരെ പോക്കറ്റിൽ വെക്കാനുള്ള സമ്പത്തുണ്ട്. 10 ബിൽഗേറ്റ്സ്മാരെ വിലക്കെടുക്കാൻ സാധിക്കുന്ന പല മുസ്ലിങ്ങളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ ഫോബ്സ് മാസിക അവരെപ്പറ്റി പറയില്ല. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതിനും പുറമെയാണ്. സമ്പത്ത് എന്നത് എപ്പോഴും ഒരു അനുഗ്രഹമല്ല. അള്ളാഹു പറഞ്ഞ നിലയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ സമ്പത്ത് ഒരു അനുഗ്രഹമാണ്. തെറ്റായ നിലയ്ക്ക് ഉപയോഗിച്ചാൽ അത് ശാപമാണ്. സമ്പത്ത് എന്നത് എപ്പോഴും ഒരു അനുഗ്രഹമല്ല, അതൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. ഈ പരീക്ഷണം നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാൻ ദരിദ്രനായ മനുഷ്യനേക്കാളും പ്രയാസം ധനികനായ വ്യക്തിക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ധനികരായ സ്വഹാബാക്കൾ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നു. ധാരാളം ദാനധർമ്മങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അവർ സ്വർഗത്തിൽ വൈകി പ്രവേശിക്കുന്നു. കാരണം മാലാഖമാരാൽ അവർ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് സമ്പത്ത് എന്നത് ഒരു പരീക്ഷണമാണ്. ഖുർആൻ അവതരിക്കുന്നതിന് മുൻപ് അറിവില്ലായ്മയുടെ കാലഘട്ടം എന്നാണ് അറബികളുടെ അവസ്ഥയെ വിശേഷിപ്പിച്ചിരുന്നത്. അഥവാ ഏറ്റവും അറിവില്ലാത്തവരായിരുന്നു അവർ. ഖുർആനിന്റെ അവതരണത്തിലൂടെ അറബികളെ അള്ളാഹു അനുഗ്രഹിച്ചു. അവർ ലോകത്തെ നേതാക്കളായി മാറി. ചരിത്രം പരിശോധിക്കൂ. 8 മുതൽ 12 വരെ നൂറ്റാണ്ടുകളെ യൂറോപ്പുകാർ ഇരുണ്ട യുഗങ്ങളെന്നാണ് വിശേഷിപ്പിച്ചത്. ഇരുണ്ടതാർക്കായിരുന്നു? യൂറോപ്പുകാർക്ക്. കുറഞ്ഞ അറിവുകൊണ്ട് ലോകത്തവർ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ ധാരാളമാണ്. മുസ്ലിങ്ങൾ ലോകത്തിന്റെ നെറുകയിലായിരുന്നു. ശാസ്ത്രീയവും ഗണിതപരവുമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആരാണെന്ന് ചരിത്രത്തിൽ പരിശോധിച്ചാൽ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാകും. ആദ്യമായി പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്. ശേഷം അത് ലോകത്ത് പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ഇന്ന് നമ്മൾ പൈത്തഗോറ സിദ്ധാന്തത്തെപ്പറ്റി പറയാറില്ലേ? അത് കണ്ടുപിടിച്ചതാരാ? അൽ-ലിപ്തൂസി. ഒരു മട്ടത്രികോണത്തിലെ മട്ടകോണിന് എതിരായിട്ടുള്ള വശത്തിന്റെ വർഗം മറ്റു 2 വശങ്ങളുടെ വർഗങ്ങളുടെ ആകത്തുകക്ക് സമമാണ്. അൽ-ലിപ്തൂസി ഒരു മുസ്ലിമായിരുന്നു. ത്രികോണമിതി കണ്ടുപിടിച്ചത് അൽ-ബിറൂനിയായിരുന്നു. അൽ-ബിറൂനി ത്രികോണമൃതിയിൽ വിദഗ്ധനായിരുന്നു. ലോകത്തെ ആദ്യത്തെ ഭൂപടം 1154 വരച്ചത് അൽ-ഇദ്രൂസിയായിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾ ലോകഭൂപടം വരച്ചപ്പോൾ ദക്ഷിണ ധ്രുവം മുകളിലും ഉത്തര ധ്രുവം താഴെയും മധ്യഭാഗത്ത് കാഴ്ചയുമായിരുന്നു. പാശ്ചാത്യ ഭൂപട ചിത്രകാരന്മാർ ആ ഭൂപടത്തെ തലകീഴിൽ മറിച്ചു. ഉത്തര ധ്രുവം മുകളിലും ദക്ഷിണ ധ്രുവം താഴെയും മധ്യഭാഗത്ത് കാബ തന്നെ വന്നു. അൽഹംദുലില്ലാഹ്, മുസ്ലിങ്ങൾ വരുത്തിയ പുരോഗതി പരിശോധിക്കുക. ഒരു നിയമവും സമ്പൂർണ്ണമല്ല എന്ന് അൽകിൻഡി പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ സിദ്ധാന്തം ദീർഘകാലത്തിനു ശേഷമാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. അൽകിൻഡിയെപ്പറ്റി ആർക്കറിയാം? ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ച് മാത്രം നമുക്കെല്ലാം അറിയാം. ലോകം പരന്നതാണെന്ന് ലോകർ കരുതിയിരുന്നപ്പോൾ മുഹമ്മദ്, ഷാക്കിർ, അഹമ്മദ് എന്നീ 3 സഹോദരങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെ വിസ്താരം പറഞ്ഞുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. രസതന്ത്രത്തിന്റെ പിതാവാരാണ്? ഗബർ. വാസ്തവത്തിൽ ഗബർ അല്ല, ജാബിർ ഇബ്നു ഹയ്യാനാണ്. എന്നാൽ നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ ഗബർ എന്നാണ് വായിക്കുക. കേൾക്കുമ്പോൾ ഒരു പാശ്ചാത്യനാണെന്ന് തോന്നും. അത് ജാബിർ ഇബ്നു ഹയ്യാനാണ്. ആൽക്കഹോൾ എന്ന അറബി പദം മോശമായ ആത്മാവ് എന്നർത്ഥം വരുന്ന അൽഗുൽ എന്ന പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. കിഴക്കിലെ അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ആളാരാണ്? അവിസീന. അലിബിനു സീന എന്നാണ് യഥാർത്ഥ പദം. അവിസീന എന്ന് കേൾക്കുമ്പോൾ പാശ്ചാത്യനാണെന്ന് തോന്നുന്നു.
ഇതുപോലെ അറബികളും മുസ്ലിങ്ങളും ഉണ്ടാക്കിയ പുരോഗമനങ്ങളെ സംബന്ധിച്ച് പറയാനാകും. അന്ന് ശാസ്ത്രം പഠിക്കണമായിരുന്നെങ്കിൽ അറബി ഭാഷ പഠിക്കേണ്ടിയിരുന്നു. അന്ന് ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കാൻ അമുസ്ലിങ്ങളും അറബി പഠിച്ചിരുന്നു. പക്ഷെ ഇന്ന് മുസ്ലിങ്ങൾ പിന്നോട്ടാണെന്ന് ഞാനും അംഗീകരിക്കുന്നു. പാശ്ചാത്യർ പുരോഗമിച്ചതിനും നിങ്ങൾ പറഞ്ഞതുപോലെ ലോകത്തിന്റെ നെറുകയിലെത്താനും കാരണം മുൻപ് നമ്മൾ മുസ്ലിങ്ങൾ ഖുർആനിനോടും സുന്നത്തിനോടും അടുപ്പമുണ്ടായിരുന്നവരായിരുന്നതുകൊണ്ട് നമ്മൾ ഉയർന്നവരായിരുന്നു. ഇന്ന് നമ്മൾ മുസ്ലിങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നതുകൊണ്ട് നമ്മൾ പിന്നോക്കക്കാരായി. ഈ പാശ്ചാത്യർ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു. സത്യം പറയുന്ന നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്നും നമ്മളും അകന്നിരിക്കുന്നു. വ്യാജം സംസാരിക്കുന്ന അവരുടെ ഗ്രന്ഥത്തിൽ നിന്നും അവരും അകന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ മുസ്ലിങ്ങൾ ഇനിയും ഖുർആനിലേക്കും നബിചര്യയിലേക്കും മടങ്ങുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ലോകത്തിന്റെ ഉന്നതിയിലെത്തുമെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.